ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? വൈകുന്നേരം ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ ഒരു രസമില്ലല്ലേ? അപ്പോൾ എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കണ്ടേന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാട്ടോ ഈ റെസിപ്പി ഓർമ്മ വന്നത്. അപ്പോൾ അതുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഏലക്കയും ജീരകവും ഒക്കെ എടുത്തു. ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരച്ച് ശർക്കര എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കിട്ടിയ അച്ചിലിട്ട ശർക്കര കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരച്ചിൻ്റെ ശർക്കര എന്ന് പറയുന്നത്. ഹൈ റേഞ്ച് ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ നല്ല ഉണ്ട ശർക്കര ആയിട്ടാണ് കിട്ടുക. മറയൂർ ശർക്കര പോലത്തെ ശർക്കര കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു പകുതി ശർക്കരയൊക്കെ മതി കേട്ടോ. അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒരുപാട് മധുരമൊന്നും വേണമെങ്കിൽ കുറച്ച് ഇതെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മധുരം കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ വലിയ മധുരമൊന്നും ഇല്ലാതെ ഒരു നോർമൽ മധുരത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു അരമുറി തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിനകത്തേക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ കടി ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഗോതമ്പ് പൊടിയാട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടി രണ്ടും ഞാൻ ചേർത്തുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേക്കണത് ഗോതമ്പ് പൊടി ചേർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് പൊടി എടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ. അത്തരം പൊടി ഇട്ടിട്ട് നമ്മളാണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ശർക്കരയും തേങ്ങയും ഈ പൊടിയെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് വെള്ളത്തിന് പകരം പാനി ഒഴിച്ച് കുഴച്ചെടുത്താലും മതി. ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തൊരു പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാതെ നമുക്ക് 4 മണിക്ക് പെട്ടെന്ന് ചായക്കൊക്കെ എടുത്ത് കഴിക്കാം. അതേപോലെ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് വെച്ച് കൊടുക്കാനൊക്കെ നല്ലൊരു പലഹാരം കേട്ടോ. അപ്പം നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പരുവത്തിൽ നിന്ന് ഒരു ഇത്തിരി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് രേഖപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണ്ട. ബാക്കിയുള്ളവരും കൂടി അതേപോലെ ചെയ്ത് നോക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ മാവ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു വട്ടത്തിലായി കിട്ടും. എന്നിട്ട് ഇതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്ത് നല്ലപോലെ മുരിച്ചെടുക്കുക. ആദ്യം 2-3 വെച്ചത് പെട്ടെന്ന് ആ എണ്ണയിലേക്ക് വെച്ചത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയായി റെഡിയാക്കിയിട്ട് അപ്പോൾ ഫുള്ള് സിമ്മിലിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ഞാൻ മോനൊന്ന് കരഞ്ഞപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അവനൊന്ന് എടുക്കാൻ പോയി. അപ്പോൾ ആണെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കരിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കയ്യിൽ ലേശം എണ്ണയോ വെള്ളം എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതേപോലെ സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ. ആദ്യം ഓരോ ഉരുളകളാക്കി ഞാൻ അതിലേക്ക് ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നീടുള്ളതൊക്കെ ചെറിയ ഉരുളകളാക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഒരുമിച്ച് അത് വാങ്ങിക്കഴിഞ്ഞപ്പം ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാം നല്ല റെഡിയായി ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. ഒരേപോലെ വേവും വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 4 മണിക്കൊക്കെ കഴിക്കാൻ സ്നാക്സ് വേണ്ടവർക്ക്, നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലൊക്കെ അല്ലല്ലോ ഉണ്ടാക്കണത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കാം കേട്ടോ. തേങ്ങ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ വേറെ ഒന്നും ഞാനാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നില്ല. തേങ്ങ ചിരകി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ജോലിക്കൊക്കെ പോകുന്നവരോ അതേപോലെ എന്തെങ്കിലും ഇതിനൊക്കെ പെട്ടെന്നൊക്കെ പോകണം കുട്ടികൾക്ക് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി പാത്രത്തിലൊക്കെ ആക്കി എടുത്ത് വെച്ചാലും അവർക്ക് വരുമ്പോഴാണെങ്കിൽ എടുത്ത് കഴിക്കാനൊക്കെ പറ്റിയൊരു സ്നാക്സ്. വലിയ മധുരം ഇതൊന്നും വരുന്നുമില്ല. പിന്നെ ഗോതമ്പ് പൊടി മൈദയൊന്നും അല്ല, നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്നാക്സ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മോളുടെ കലാവിരുതിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അവർ അടുക്കളയിൽ കയറുമ്പോൾ
ഇടയ്ക്ക് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടുമല്ലോ. മോള് വന്നു കഴിഞ്ഞപ്പം മോളും കൂടി വെറുതെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിച്ചേക്കണേ, മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കാണാം. ഓക്കെ, ബായ്.